നമസ്കാരം. എഇബാസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ആധാർ എനേബിൾഡ് ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റം ഫേസ് ഓതൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ട് പേഴ്സണൽ മൊബൈലിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നോഡൽ ഓഫീസർ ലെവലിൽ വരുന്ന കോൺഫിഗറേഷൻസ് ആണ്. അതെന്തൊക്കെയാണ് നോഡൽ ഓഫീസേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിൽ നോഡൽ ഓഫീസർ ലെവലിൽ വരുന്ന 2 ലെവലുള്ള കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന മെനുവിനകത്ത് വരുന്ന പേഴ്സണൽ ഡിവൈസ് കോൺഫിഗ് എന്ന് പറഞ്ഞൊരു മെനുവിനകത്ത് വരുന്നതും, രണ്ടാമത് മാനേജ് മാസ്റ്റർ എന്ന് പറഞ്ഞ മെനുവിനകത്ത് വരുന്ന ഡിവൈസ് ലൊക്കേഷൻ എന്ന് പറയുന്നൊരു കോൺഫിഗറേഷനും. ഈ 2 കോൺഫിഗറേഷൻസ് നോഡൽ ഓഫീസർ ലെവലിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം നമ്മുടെ പേഴ്സണൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഫേസ് ഓതൻറ്റിക്കേറ്റ് ചെയ്തുകൊണ്ട് കൺസേൺഡ് എംപ്ലോയീസിന് അറ്റൻഡൻസ് പഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റൻഡൻസ് ആപ്ലിക്കേഷനായ ആ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം നോഡൽ ഓഫീസറിൽ ലോഗിൻ ഐ ഡി വെച്ച് ആ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ നോഡൽ ഓഫീസിൻ്റെ ലോഗിൻ ഐ ഡി, അതിൻ്റെ പാസ്വേഡ്, മൊബൈലിലേക്ക് OTP വരും. അതെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ ഹോം പേജിനകത്ത് അല്ലെങ്കിൽ ആ പേജിനകത്ത് വരുന്ന മെനൂസിനകത്ത് ഫസ്റ്റ് വരുന്ന മെനു എന്ന് പറയുന്നത് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നതിനകത്തുള്ള പേഴ്സണൽ ഡിവൈസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു മെനു ആണ്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് കോൺഫിഗർ ചെയ്യാനുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ജിയോ ഫെൻസ് എൻഫോഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ ലാറ്റ് ലോങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഓഫീസ് റേഞ്ചിനകത്ത് വരുന്ന നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലാറ്റ് ലോങ്ങിനകത്ത് എംപ്ലോയീസ് എത്തിക്കഴിയുമ്പോൾ അവർക്കത് ഫേസ് വെച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മൊബൈൽ വെച്ച് ഫേസും ഓതൻറ്റിക്കേഷൻ കൊടുത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഈ 2 ഓപ്ഷൻ ടിക്കറ്റ് അല്ല കോൺഫിഗർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഫീച്ചർ കൺസേൺഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ഫേസ് ഓതൻറ്റിക്കേഷൻ അറ്റൻഡൻസ് പഞ്ചിങ് യൂസിങ് മൊബൈൽ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിയോ ഫെൻസ് എൻഫോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നോഡൽ ഓഫീസർ എനേബിൾ ചെയ്തിട്ട് എസ് ഓപ്ഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് ഡിസ്റ്റൻസ് ഇൻ മീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അത് മീൻ ചെയ്യണത് അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണത് നമ്മുടെ ഓഫീസിനകത്ത് എത്ര റേഡിയസ് മീറ്ററിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മീൻസ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊബൈലുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് പഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റേഡിയസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 150 മീറ്റർ നോർമൽ കേസിൽ റേഞ്ച് കൊടുക്കുക. ദെൻ ഓൺലി സെൽഫ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മൊബൈൽ വെച്ചിട്ട് ആ പർട്ടിക്കുലർ എംപ്ലോയിക്ക് മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നോ ആണ് കൊടുക്കുന്നതെങ്കിൽ വേറെ എംപ്ലോയീസിന് വേണമെങ്കിലും ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിന് വേണമെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നോ ഓപ്ഷൻ. ഇപ്പോൾ നോർമൽ കേസ് നമ്മൾ എപ്പോഴും എസ് ആണ് കൊടുക്കാറുള്ളത്. ദെൻ എൻട്രി പോയിൻറ്റ് ചേഞ്ച് പെർമിറ്റഡ് ബൈ എംപ്ലോയി എന്നുള്ളത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് തന്നെ ഒരു ഓഫീസിനകത്ത് ഡിഫറെൻറ്റ് ലൊക്കേഷനകത്ത് നമുക്ക് വന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് റിസപ്ഷനിൽ വേണമെങ്കിൽ വന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനകത്ത് ഓഫീസിനകത്തുള്ള ലൊക്കേഷനകത്ത് നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻട്രി പോയിൻറ്റ് ചേഞ്ച് പെർമിഷൻ. അപ്പം ഏത് ലൊക്കേഷനിലാണോ ഡിവൈസ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ലൊക്കേഷനകത്ത് വന്നു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ദെൻ അറ്റൻഡൻസ് അലൗഡ് ഫ്രം അതർ ലൊക്കേഷൻ, അത് റോമിംഗ് ആണ്. അത് നോർമലി നമ്മൾ നോ ആയിരിക്കും കൊടുക്കുന്നത്. കാര്യം റോമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് അത് വരുന്നത്. പക്ഷേ നോർമൽ കേസ് നമ്മളത് റോമിംഗ് ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. എപ്പോഴും നോ മാത്രമേ കൊടുക്കുള്ളൂ. ഒരു എംപ്ലോയി അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ലൊക്കേഷനകത്ത് നിന്ന് മാത്രമേ എംപ്ലോയിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ അറ്റൻഡൻസ് മാർക്കിംഗ് അലൗഡ് ഫ്രം NIC വൈഫൈ എന്നുള്ളതാണ്. കാര്യം ഇത് NIC ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവർ ഡിഫോൾട്ട് നെറ്റ്വർക്ക് NIC നിക്നെറ്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഏത് നെറ്റ്വർക്ക് ഉപയോഗിച്ചും നമുക്ക് കോൺഫിഗർ ചെയ്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആദ്യം നോഡൽ ഓഫീസർ ചെയ്യേണ്ടത്.
ഈ കാണുന്ന ഫേസ് ഓതൻറ്റിക്കേഷൻ മെനുവിനകത്തുള്ള പേഴ്സണൽ ഡിവൈസ് കോൺഫിഗ് എടുത്തിട്ട് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫെസിലിറ്റി ഫീച്ചർ അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് കിട്ടും. പിന്നെ നോഡൽ ഓഫീസർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മാനേജ് മാസ്റ്റർ എന്നുള്ള മെനുവിനകത്തുള്ള ഡിവൈസ് ലൊക്കേഷനാണ്. ഇതിനകത്താണ് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിവൈസ് ലൊക്കേഷനകത്ത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് മാർക്ക് ചെയ്യണത്. ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇവിടെ തന്നെ കാണാം. ഇപ്പം ഇവിടെ ഡയറക്ടറേറ്റ് ഓഫ് ട്രെയിനിങ് വികാസ് ഭവൻ എന്ന് പറഞ്ഞിട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റ് സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഡിവൈസ് ലൊക്കേഷൻ ഒന്ന് റിസപ്ഷനും ഒന്ന് ടെസ്റ്റിംഗ് ലാബുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഡിഫറെൻറ്റ് ഡിവൈസ് ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിവൈസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മേ ബി നമ്മളിപ്പം പ്രസൻ്റ്ലി ഉപയോഗിക്കുന്ന വാൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിംഗർ പഞ്ച് ചെയ്ത് കയറുന്ന ആ ഡിവൈസിൻ്റെ ലൊക്കേഷൻ തന്നെ ആവാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അവിടെ ഈ പറയുന്ന വാൾ മൗണ്ടഡ് ഡിവൈസ് അവിടെ ആവശ്യമില്ല. അതില്ലെങ്കിൽ പോലും ഒരു പുതിയ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മാനേജർ മാസ്റ്ററിനകത്ത് ഡിവൈസ് ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആൾറെഡി ഈ ആപ്ലിക്കേഷനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓഫീസിൻ്റെ പേരുകളും നിങ്ങളുടെ സബ് ഓഫീസിൻ്റെയും അല്ലെങ്കിൽ ഡിവൈസ് ലൊക്കേഷൻ നെയിംസ് ഒക്കെ കാണിക്കും. അതിനകത്ത് ഈ ലാറ്റ്ലോങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലാറ്റ്ലോങ് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഈ കാണുന്ന ഡു യു വാണ്ട് ടു അസോസിയേറ്റ് GPS ലാറ്റ്ലോങ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് എസ് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാർക്ക് ചെയ്യാൻ വേണ്ടി അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലാറ്റ്ലോങ് ഫൈൻഡ് ചെയ്യാം. ആ ഫൈൻഡ് ചെയ്യുന്ന ലാറ്റ്ലോങ് ആണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഡിവൈസ് ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്ന ഡിവൈസ് ലൊക്കേഷനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു വെച്ചാൽ മതി. ഇത്ര മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഇനി നിങ്ങൾ ഇതിനകത്ത് ഈ മാനേജർ മാസ്റ്ററിനകത്ത് തന്നെ ഡിവൈസ് ലൊക്കേഷൻ എടുക്കുന്ന സമയത്ത് ഈ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആ പേരോ കാര്യങ്ങളോ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫീസ് നെയിമോ അല്ലെങ്കിൽ ഡിവൈസ് ലൊക്കേഷൻ നെയിമോ ഒന്നും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് പുതുതായി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഡിവൈസ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഡിവൈസ് ലൊക്കേഷൻ കൊടുത്ത് ഏത് ഓഫീസ് ലൊക്കേഷനാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഈ ലിസ്റ്റിനകത്ത് നിന്ന് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ഡിവൈസ് ലൊക്കേഷൻ അവിടെ മാർക്ക് ചെയ്യാനും കൂടെ പറ്റും. അതിനുശേഷം അത് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ആ ലിസ്റ്റിനകത്ത് നിന്ന് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ ലാറ്റ്ലോങ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഈ കാണുന്ന ഡു യു വാണ്ട് ടു അസോസിയേറ്റ് GPS ലാറ്റ് എന്നുള്ളത് എസ് കൊടുത്ത് ലാറ്റ്ലോങ് കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോഡൽ ലെവൽ ഓഫീസർ വരുന്ന കോൺഫിഗറേഷൻസ് കഴിഞ്ഞു. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ മാനേജർ മാസ്റ്ററിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ലൊക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഓഫീസിൻ്റെ പേര് കാണാനില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഓഫീസ് ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ സബ് ഓഫീസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം ഓഫീസ് ലൊക്കേഷനൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ അതിനകത്ത് കാര്യം ഇത്രേ ഉള്ളൂ, നമ്മളിത് ഓരോ കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലോട്ട് വരുന്ന ഡാറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എംപ്ലോയിൻ്റെ പേരാവാം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ആവാം, ലൊക്കേഷൻ ആവാം, അപ്പോൾ അങ്ങനെയുള്ള കേസസ് വരുന്നുണ്ടെങ്കിൽ ഈ മാനേജർ മാസ്റ്ററിനകത്ത് പോയിട്ട് ഇത് ഡിഫൈൻ ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത് ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫീസിൻ്റെ ജിയോ ഫെൻസിങ് മാപ്പ് ചെയ്ത് അതിൻ്റെ ലാറ്റ്ലോങ് ഡിഫൈൻ ചെയ്ത് ആ പർട്ടിക്കുലർ ലൊക്കേഷനകത്ത് എംപ്ലോയീസിനെ ഈ പറയുന്ന മൊബൈൽ ആപ്പ് വെച്ചിട്ട് കോൺഫിഗർ ചെയ്ത് അവർക്ക് ഫേസ് റെക്കഗ്നിഷൻ ചെയ്തുകൊണ്ട് തന്നെ പേഴ്സണൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പേഴ്സണൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു എംപ്ലോയിക്ക് അറ്റൻഡൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ആ മാർക്ക് ചെയ്യുന്ന അറ്റൻഡൻസ് സ്പാർക്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയിക്കോളും. അതുപോലെ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫിംഗർ ഉപയോഗിച്ച് പഞ്ച് ചെയ്യുന്ന ഡിവൈസിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഈ പറയുന്ന 2 കോൺഫിഗറേഷൻ, മാനേജ് മാസ്റ്റർ എന്നുള്ള മെനുവിനകത്തുള്ള ഡിവൈസ് കോൺഫിഗറേഷനും ഈ പറഞ്ഞ ഫേസ് ഓതൻറ്റിക്കേഷനകത്ത് വരുന്ന പേഴ്സണൽ ഡിവൈസ് കോൺഫിഗറേഷനും, ഈ 2 കാര്യങ്ങൾ നോഡൽ ഓഫീസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോൺഫിഗർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.